ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥാവിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ശ്രുതിയാണെങ്കിലോ, ശ്രുതി വിളിച്ചിട്ട് എനിക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ഒന്ന് കാണണം, അതുകൊണ്ട് നിങ്ങളെ ഇന്ന റെസ്റ്റോറന്റ് വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ റെസ്റ്റോറന്റ് പേരൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ നല്ല രീതിയിൽ ഒഴുങ്ങി കെട്ടി അങ്ങ് ആ റെസ്റ്റോറന്റിൽ എത്തുക. അപ്പൊ കാണുന്ന പാടെ തന്നെ ശ്രുതിയാണെങ്കിലോ, കൊള്ളാലോ, എന്തായാലും നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ വന്നല്ലോ, അല്ല എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കിനും അതെനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. പിന്നെ എന്നാ ഉണ്ട് വിശേഷം, നിങ്ങളുടെ കാലിന്റെ അസുഖമൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ എനിക്ക് നടക്കുന്നതിനൊന്നും പ്രശ്നമില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും അല്ല എന്താണ് എന്നെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞില്ലല്ലോ, എനിക്ക് എവിടെയെങ്കിലും താൻ ജോലി ശരിയാക്കിയോ എന്ന് ചോദിക്കുമ്പം ചെറിയൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന് ചോദിക്കുക. എന്തായാലും ഇയാൾക്ക് എന്നോട് പറയാലോ, താൻ എന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ തനിക്ക് അതിനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അതെ, കുറച്ച് നേരത്തേക്ക് എന്റെ ഭർത്താവായിട്ടൊന്ന് ആക്ട് ചെയ്യാവോ എന്ന് ചോദിക്കുകയാണ്. എന്ത് ഭർത്താവായിട്ട് ആക്ട് ചെയ്യാനോ, താൻ എന്താടോ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ, അന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്നെ ഒരു പുള്ളിക്കാരൻ വിളിച്ച് ശല്യം ചെയ്തില്ലേ, അയാള് എന്റെ ആ ഒരു മേഡത്തിന്റെ മാനേജറാണ്. അപ്പൊ പുള്ളിക്കാരൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്റെ ഭർത്താവാണെന്നുള്ള കാര്യമാണ്. അവര് ആ മേഡം ഇന്നൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാർട്ടിയിൽ ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പം ചെല്ലണം എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ്. അത് എന്നൊക്കെ പറഞ്ഞ് ആദ്യം നമ്മുടെ ശ്രുതി ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും പിന്നെ ശ്രുതി പറയാണ്, ആയിക്കോട്ടെ, എന്നാ താനേ ഇപ്പൊ ആദ്യമായിട്ടൊരു കാര്യം ഇങ്ങനെ ആവശ്യപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നില്ല, എന്താ നമുക്കിന്ന് വൈകുന്നേരം പോവാ എന്നുള്ള കാര്യം പറയുക. അപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി ഓർഡർ ചെയ്ത ആ ഒരു ക്യാപ്പിച്ചിനോ അവിടെ എത്തുക കേട്ടോ. ക്യാപ്പിച്ചിനോ കൊണ്ടുവന്നതും അല്ല ഇത് നിങ്ങൾ ഓർഡർ ചെയ്തതാണോ എന്ന് ചോദിക്കുക. എനിക്കിത് ഇഷ്ടമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നില്ല അല്ലേ എന്ന് ചോദിക്കുമ്പം അതെ, ഞാനത് മറന്നില്ല, അതെ അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആടോ ഞാനൊരു ട്രിപ്പിൾ PG കാരനായത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഒരാൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, പെട്ടെന്ന് എൻ്റെ മെമ്മറിയിൽ ഇരിക്കുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവരെങ്ങനെ ആസ്വദിച്ച് ക്യാപ്പിച്ചിനോ കുടിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും രണ്ടാളും കണ്ണിൽ നോക്കുകയാണ്. അപ്പം അഭിനയം ഇനി റിയൽ ആകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തായാലും സംശയമില്ല കേട്ടോ. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചിയാണെങ്കിൽ സച്ചിയുടെ കൂട്ടുകാരന്മാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒരു പാർട്ടി അവിടെ കൊടുക്കാമെന്നുള്ള കാര്യം കൂട്ടുകാർ പറയുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലോ രേവതിയുടെ അടുത്ത് പറയാണ്, അതെ രേവതി, ഇന്ന് വൈകുന്നേരം ഞാൻ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നീ റെഡിയായി നിൽക്കണം എന്നുള്ള കാര്യം പറയുക. അല്ല എങ്ങോട്ട് പോകാനാന്ന് രേവതി ചോദിക്കുമ്പോഴത്തേക്കിനും എൻ്റെ കൂട്ടുകാര് നമ്മുടെ കല്യാണം കഴിഞ്ഞത് കൊണ്ട് തന്നെ അവന്മാര് ചെലവൊന്നും ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് നല്ല ഒന്നാന്തരം ഒരു പാർട്ടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുക. അല്ല ഇനി പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം, എന്ത് പ്രശ്നം ഉണ്ടാവാൻ, ഞാൻ വൈകുന്നേരം വരും, നീ റെഡിയായി നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് വലിയ സന്തോഷമൊക്കെ ആയി കേട്ടോ. അങ്ങനെ അവളിതാ റെഡിയായി നിൽക്കുകയാണ്. റെഡിയായിട്ട് അവരിറങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിൽ ചന്ദ്രമതി പറയുന്നുണ്ട്, ഒരുങ്ങിക്കെട്ടിയൊക്കെ പോകുന്നുണ്ട്, വൈകുന്നേരം ഇങ്ങ് വരുന്ന വരവ് എന്തായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഊഹിക്കാലോ. അപ്പൊ ചന്ദ്രയുടെ ഈ വർത്താനമൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും രവിയാണെങ്കിലോ, എന്റെ പൊന്നു ചന്ദ്രൻ, ആ പിള്ളേർ എങ്ങനെയും ജീവിച്ചോട്ടെ, നീ ഇതെന്തിനാണ് അവർക്കിടയിൽ കയറി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മോന്റെ സ്വഭാവം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ പോയതുപോലെയല്ല, വൈകിട്ട് വരുന്ന വരവ് കാവടി തുള്ളി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞ് ചന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെട്ട് കയറി പോവുക. അപ്പൊ രേവതിയാണെങ്കിൽ അച്ഛനോട് യാത്രയൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടാളും കൂടി ഇറങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിൽ വഴിയിലൊരു പൂക്കട കാണുകയാണ്. ദേ കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചോ, തലയിൽ ചൂടിക്കോ എന്നുള്ള കാര്യം പറയുമ്പോൾ രേവതിയാണെങ്കിൽ മുല്ലപ്പൂ ഒന്നും വേണ്ടാന്നേ എന്നുള്ള കാര്യം പറയാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ചെല്ലണം, അതുകൊണ്ട് തന്നെ നീ തലയിൽ മുല്ലപ്പൂ ചൂടുക എന്നൊക്കെ പറഞ്ഞ് രേവതിയെ നിർബന്ധിപ്പിച്ച് കുറച്ച് മുല്ലപ്പൂ ഒക്കെ ചൂടിപ്പിക്കുക. അപ്പൊ അവൾക്ക് വലിയ സന്തോഷമൊക്കെ ആയി കേട്ടോ. ഒരു ചെറിയ ചിരിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നമ്മുടെ രേവതി ഹാപ്പിയാണ്. അങ്ങനെ രണ്ടാളും കൂടി അവിടെ എത്തുന്ന ആ ഒരു സമയത്താണെങ്കിലോ കൂട്ടുകാരൊരുക്കിയിരിക്കുന്ന ആ ഒരു സർപ്രൈസ് കണ്ട് ശരിക്കും നമ്മുടെ സച്ചി അമ്പരന്ന് പോയി. നമ്മുടെ രേവതിയും അതുപോലെ തന്നെ സച്ചിയും കൂടി അങ്ങ് ചെന്ന പാടെ തന്നെ കൂട്ടുകാർ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് സർപ്രൈസ് ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സച്ചി ലവ് രേവതി എന്നും പറഞ്ഞിട്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ കൈയോട് കൂടി തന്നെ രണ്ടാളും കൂടി ചേർന്ന് കട്ട് ചെയ്യണം എന്നുള്ള കാര്യം പറയുമ്പം രണ്ടുപേർക്കും ചെറിയൊരു നാണമൊക്കെ ഉണ്ട് കേട്ടോ. എടാ ഇതൊക്കെ വേണോ, വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കും.
ചോദിക്കുമ്പം എടാ ഞങ്ങൾ പറഞ്ഞ കാര്യം നീ ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് സച്ചിയെ നിർബന്ധിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ സച്ചിയാണെങ്കിലോ എന്തേലും ആയിക്കോട്ടെ, ഇവന്മാരുടെ ഓരോ തട്ടിക്കൂട്ട് സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി കൈയൊക്കെ പിടിച്ച് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം വായിലേക്കൊക്കെ വെച്ചു കൊടുക്കുക. അപ്പൊ കൂട്ടുകാർക്കാണെങ്കിലോ നിങ്ങളുടെ കല്യാണം നിങ്ങൾ തന്നെയാണ് ചേരേണ്ടിയിരുന്നത്, എന്തായാലും സച്ചിക്ക് ചേർന്ന പെണ്ണ് തന്നെയാണ് രേവതി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ സച്ചി നമുക്കൊന്ന് മിനുങ്ങണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി അല്ലേ ആള്, വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ സച്ചിയുടെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ സച്ചി കൂട്ടുകാരോട് കൂടി ചേർന്ന് കള്ളു കുടിക്കുകയാണ്. അപ്പം ഈ കാര്യങ്ങൾ നമ്മുടെ രേവതി ആണെങ്കിൽ ഇപ്പുറത്ത് നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈശ്വര, ഇത് പരിധി വിട്ടു പോകുന്ന അവസ്ഥയാണല്ലോ. എന്തായാലും ഇവൻ ഒരു ലെവല് പോകുന്ന രീതിയിൽ ഇവൻ വെള്ളം അടിക്കുന്ന കാര്യം കാണുമ്പോഴത്തേക്കിന് രേവതിക്ക് വലിയ വിഷമമായി. രേവതി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സച്ചിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ കുടിച്ചു കൂത്താടാനാണോ എന്നെയും കൂടി കൂട്ടി കൊണ്ടുവന്നത്? ദേവി ഇത് വാ നമുക്ക് വീട്ടിലേക്ക് പോവാന്നുള്ള കാര്യം പറയുമ്പം കൂട്ടുകാർ പറയുന്നുണ്ട്, പെങ്ങളെ അവിടെ ഇരിക്ക്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അതെല്ലാം കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള കാര്യം പറയുമ്പം ഫുഡൊന്നും കഴിക്കാൻ ഇനി നിൽക്കുന്നില്ല, ഇതിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പം സച്ചി ആണെങ്കിൽ എടി ഞാൻ പറയുന്നത് നീ കേട്ടാ മതി, ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള കാര്യമൊക്കെ ഇവൻ പറയുക. അപ്പൊ സച്ചിയുടെ ഈ ഒരു ഭാവമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്കിന് രേവതിക്ക് ശരിക്കും പേടിയായി കേട്ടോ. ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ, ഒരു സമയം നല്ല സ്വഭാവമാണെങ്കിൽ ഇപ്പുറത്താണെങ്കിൽ വളരെ മോശം സ്വഭാവമൊക്കെയാണ്. അപ്പൊ ഇയാൾ എന്താ ഇങ്ങനെയെന്നുള്ള കാര്യം ഇവൾ ആലോചിച്ചിട്ട് ഇവക്ക് പിടിയും കിട്ടുന്നില്ല. അങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും ചിക്കൻ കാലൊക്കെ കടിച്ചു പറിച്ച് നമ്മുടെ സച്ചിയാണെങ്കിൽ ടച്ചിങ്സ് ഒക്കെ കൂട്ടി തട്ടുകയാണ് വെള്ളം. അപ്പൊ ഇതിങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രേവതി കലി പൂണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ്. അപ്പം എന്തായാലും രേവതി ഒന്നുകൂടി അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സച്ചി പറഞ്ഞതുപോലെ തന്നെ ആ പെട്ടി സാധനങ്ങളും ഒക്കെ എടുത്ത് വെച്ചിരുന്നല്ലോ, അപ്പൊ തിരികെ അലമാരിയിലേക്ക് വെക്കണ്ടെന്ന് പറഞ്ഞത് എന്തായാലും അത് ഏകദേശം കുറിക്ക് കൊണ്ടതുപോലെ തന്നെയാണ്. അപ്പൊ ആ ഒരു പെട്ടി തന്നെ എടുത്ത് വീട്ടിലേക്ക് ഇനിയും പോവാമല്ലോ. അപ്പൊ എന്തായാലും വീട്ടിലേക്ക് പോയാലും നമ്മുടെ ലക്ഷ്മിയമ്മ തിരികെ അതേ സ്പീഡിൽ തന്നെ രേവതിയെ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലാക്കും. അപ്പം അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് കഥയാണ്. എന്തായാലും നമ്മുടെ രവി എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കുകയൊന്നുമില്ല. അപ്പം എന്തായാലും എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുന്നു. താങ്ക്